ഇപ്പോൾ പി വി അൻവർ ടെലിഫോണിലുണ്ട്. പി വി അൻവർ, താങ്കൾ കൊടുത്ത പരാതിയാണ്. ആ പരാതിയിലെ ഒരു കക്ഷി ചേർന്നയാളാണ് അഡ്വക്കേറ്റ് നാഗരാജ്. അതിന്റെ പുറകെ കൂടി ഇപ്പോൾ കോടതി നേരിട്ട് അന്വേഷിക്കുന്നു ഈ കേസ് എന്ന് വരുന്നു. എന്താണ് പ്രതികരണം? അല്ല, തീർച്ചയായിട്ടും അഡ്വക്കേറ്റ് നാഗരാജ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് തന്നെ പോകും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ അന്നേ ആവർത്തിച്ച് ഞാൻ പറഞ്ഞിരുന്ന കാര്യമാണ്. വളരെ ക്ലിയർ കട്ടായിട്ടുള്ള എവിഡൻസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്റെ മൊഴിയെടുത്ത് ഞാൻ കൊടുത്തതാണ്. അതിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് കവടിയാർ വീടുമായി ബന്ധപ്പെട്ടും അതിലേറെ ക്ലാരിറ്റി ഉള്ള ഒരു ഡോക്യുമെന്റ് എന്ന് പറയുന്നത് 33,80,000 അദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫ്ലാറ്റ് വാങ്ങുന്നു. ആ ഫ്ലാറ്റ് വാങ്ങുമ്പോൾ സർക്കാർ നിശ്ചയിച്ച ഒരു എമൗണ്ട് ഉണ്ടാവും, അതിന്റെ ഒരു വാല്യൂ ഉണ്ടാവും. ആ വാല്യൂ കേരളത്തിൽ ആര് രജിസ്റ്റർ ചെയ്യണമെങ്കിലും ആ ക്യാഷ് നമ്മൾ ലീഗൽ മണിയെ കൊടുക്കാൻ പറ്റുള്ളൂ. ഒന്നുകിൽ DD കൊടുക്കണം, അല്ലെങ്കിൽ ഓതറൈസ് ചെയ്ത ചെക്ക് കൊടുക്കണം, അല്ലെങ്കിൽ RTGS ചെയ്തതിന്റെ റെസിപ്റ്റ് വേണം. എങ്കിലേ രജിസ്റ്റർ ഓഫീസിൽ അത് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. കേരളത്തിൽ മുഴുവൻ നടക്കുന്ന നമ്മുടെ നിയമം അതാണ്. പക്ഷെ ഈ കേസിൽ എന്ത് ചെയ്തു? ആധാരത്തിൽ എഴുതി വെച്ചിരിക്കുന്നു 35 ലക്ഷത്തിന് പെയ്ഡ് ബൈ ക്യാഷ്. ആധാരം ചെയ്തു കൊടുത്തു. 10ാമത്തെ ദിവസം അദ്ദേഹത്തിന്റെ പേരുള്ള അതേ ഫ്ലാറ്റ് 65 ലക്ഷത്തിന് വിൽക്കുന്നു. റിസീവ്ഡ് ബൈ ക്യാഷ്, കള്ളപ്പണം കൊടുത്ത് വാങ്ങുന്നു, കള്ളപ്പണം കൊടുത്ത് വാങ്ങി വിൽക്കുന്നു. ഇതിലപ്പുറം എവിഡൻസ് എന്താ വേണ്ടത്? ഈ പറയുന്ന പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ട്രിവാൻഡ്രത്തെ രജിസ്റ്റർ ഓഫീസ് ഉള്ളത്. 1 മണിക്കൂർ കൊണ്ട് ഞാൻ കൊടുത്ത ഈ ഡോക്യുമെന്റ് ക്ലാരിഫൈ ചെയ്യാൻ അവർക്ക് പറ്റും. അവർ ചെയ്തില്ലല്ലോ, ആ വഴിക്ക് പോയില്ലല്ലോ. പിന്നെ കവടിയാറിന്റെ കാര്യത്തിൽ എന്താ എഴുതി വെച്ചിരിക്കും? ഈ ഒരു കാര്യം അത് ആ റിപ്പോർട്ടിൽ എവിടെയും പറഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, ഈ കവടിയാർ വിഷയത്തില് ഇവർ കണ്ടെത്തിയിരിക്കുന്ന, ഇവർ പറഞ്ഞിരിക്കുന്ന രീതി എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹം ലോൺ എടുത്തിട്ടാണ് ഈ പ്രോപ്പർട്ടി വാങ്ങിയത്. അദ്ദേഹം പല ലോണും എടുത്തിട്ടുണ്ട്. അപ്പൊ 10 ശമ്പളം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് ലോൺ അടക്കാൻ കഴിയില്ല. ഞാൻ SITയോട് പറഞ്ഞൊരു വാദം അതാണ്. എങ്ങനെയാണ് ഈ ലോൺ റീപേ ചെയ്യുന്നത്? ഇപ്പൊ കള്ളക്കടത്ത് നടത്തി, കള്ളക്കച്ചവടം നടത്തി, പണം സമ്പാദിച്ച് പ്രോപ്പർട്ടികൾ വാങ്ങുക, അതിന് വെള്ള പൂശാൻ വേണ്ടി പേരിനൊരു ലോൺ എടുക്കുക. ലോൺ എടുത്താൽ ലോൺ അടക്കണ്ടേ? ഈ സാലറിയിൽ അപ്പുറം അദ്ദേഹത്തിന് ലോൺ അടക്കാൻ അദ്ദേഹത്തിന് എന്ത് വരുമാനം ഉള്ളത്? അദ്ദേഹം എടുത്ത ലോണിന്റെ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ 10 ശമ്പളം അദ്ദേഹത്തിന് വേണം. ഇതാണ് അജിംസ് ഇതിന്റെ വസ്തുത. അത് വളരെ ഈസി ആയിട്ട് കോടതിയൊക്കെ കോടതി തീരുമാനത്തിൽ നിന്ന് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം, കോടതി നേരിട്ട് അന്വേഷിക്കുന്നു പറയുമ്പോൾ കോടതിക്ക് പ്രത്യേകിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥന് ആവശ്യമില്ല. കോടതി നേരിട്ട് മൊഴിയെടുക്കുകയാണ്. അതിനർത്ഥം നിങ്ങൾ കൈമാറിയ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നല്ലേ? തീർച്ചയായിട്ടും 100%. ഞങ്ങൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ കക്ഷി ചേരുന്നുണ്ട്. ഞങ്ങൾ ആഗ്രേഷമായി ആലോചിച്ചതാണ്. അപ്പോ അടുത്ത സ്റ്റേജിലേക്ക് ഞാനും അതിൽ ജോയിൻ ചെയ്യും. അൻവർ, ഈ ഒരു കേസ് മാത്രം, ഇത് അനധികൃത സ്വത്ത് സമ്പാദനമാണ്. അതിനു മുമ്പ് താങ്കൾ ഉന്നയിച്ച വേറെ ഗുരുതരമായ കുറെ അധികം ആരോപണങ്ങളുണ്ട്. അതിന്റെ അന്വേഷണത്തിന്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാമോ? ഇപ്പൊ എന്താണ്? ഒന്നുമില്ല. എല്ലാം ഇത് എന്താ അജിംഷ, ഇതിലെന്താ കാര്യം? മുഖ്യമന്ത്രി തന്നെ ഈ അന്വേഷണം നടക്കുമ്പോഴാണ് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നത്, പ്രസ് മീറ്റ് നടത്തി. നിങ്ങളോടൊക്കെ പറഞ്ഞാണല്ലോ, PV അൻവർ നൽകിയ പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് എതിരെയുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും അവജ്ഞയോടുകൂടി തള്ളുന്നു. ADGP അജിത് കുമാർ എന്റെ അഭിപ്രായത്തിൽ സത്യസന്ധനായ ഒരു പോലീസ് ഓഫീസറാണ്. എന്തായാലും പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, നോക്കാം. മുഖ്യമന്ത്രി ക്ലീൻ ചീറ്റ് കൊടുക്കുകയാണ് SIT അന്വേഷിക്കുമ്പോൾ. പിന്നെ ആരാ അദ്ദേഹത്തിനെതിരെ ഒരു റിപ്പോർട്ട് കൊടുക്കുക? ഇത് കേരളത്തിലെ ജനം കണ്ടതല്ലേ? ഇത് ഇങ്ങനെ വരൂ എന്ന് നമ്മൾ അന്നേ ഉറപ്പിച്ചതല്ലേ? അതുകൊണ്ടാണ് ഇത് കോടതിയിൽ പോകുകയേ വഴിയുള്ളൂ എന്ന് ഞാൻ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. അത് തന്നെ സംഭവിച്ചു. ശരി, നന്ദി PV അൻവർ ഈ വാർത്തയോട് പ്രതികരിച്ചത്. ADGP MR അജിത് കുമാറിനെതിരായുള്ള അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റ് റിപ്പോർട്ട് തള്ളിക്കൊണ്ട് കോടതി സ്വമേധയാ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പരാതിക്കാരനോട് നേരിട്ട് ഹാജരാക്കി മൊഴി നൽകാൻ വിജിലൻസ് പ്രത്യേക കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനും ADGP MR അജിത് കുമാറിനും ഒരേപോലെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ കേസ്.